ഹിമാചൽ പ്രദേശിലെ മണാലിയിലിരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ സ്കൂൾ ഓഫ് ആക്ട്സ് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ പൗലോസിൻ്റെ മിഷണറി യാത്രകളോട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായി പരിശുദ്ധാത്മാവ് ക്രമീകരിക്കുവാൻ അവസരം നൽകുന്ന സ്ഥലങ്ങളിലൊക്കെ മിഷണറിമാരെ ബിൽഡ് ചെയ്യുവാൻ, ഒരു ജനറേഷനെ കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് തന്ന ഒരു പ്രത്യേക നിയോഗമാണ് സ്കൂൾ ഓഫ് ആക്ട്സ്. പൗലോസ് അന്ത്യോക്യ മുതൽ യെരൂശലേം മുതൽ ഇല്ലിരിക്കം ദേശം വരെ എന്നാണല്ലോ അപ്പോസ്തല പ്രവൃത്തി 15 വായിക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാൻ, മിഷൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകിയ സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ജനറേഷനെ ഒരു മിഷണറി വേലയ്ക്ക് വേണ്ടി ബിൽഡ് ചെയ്ത് പുറത്തിറക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, അത് മണാലിയിൽ ഫലം കാണുവാനിടയായത്. ഹോളി സ്പിരിറ്റ് അതിശക്തമായി തൻ്റെ ജനത്തോട് സംവാദിക്കുന്നത് കാണുവാൻ ഒത്തിരി പേരെ പരിശുദ്ധാത്മാവ് നിറച്ചു. ഒത്തിരി പേരെ അനോയിൻറ്റിങ്ങിൽ ആ ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുവാൻ. ഇന്നലത്തെ മീറ്റിങ്ങിൽ അസാധാരണമായൊരു നിയോഗം ഉണ്ടായി. ഒരു യൗവനക്കാരി പെൺകുട്ടി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കാണാൻ കർത്താവ് കൃപ നൽകി. ഓടി അവൾ സ്റ്റേജിലേക്ക് വന്ന് പരിശുദ്ധാത്മാവ് നൽകിയ ദൂത് വളരെ ക്ലിയറായിട്ട് അവളൊരു വോയിസ് കേട്ടു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ട് അവൾ പ്രവചിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഒരു റിവൈവലിൻ്റെ സമയമാണ്. അസാധാരണമായ നിയോഗം പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഈ ഉണർവിൽ പരിശുദ്ധാത്മാവ് സകലരെ ഉപയോഗിക്കട്ടെ. ഇന്ന് ഇവിടുത്തെ ശുശ്രൂഷകൾ സമാപിക്കുകയാണ്. വീണ്ടും മണാലിക്ക് വേണ്ടി, ഈ ഹിമാചലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിൽ ദൈവം എവിടെയെല്ലാം നിയോഗം തരുന്നോ അവിടെയെല്ലാം ഈ സ്കൂൾ ഓഫ് ആക്ട്സ് നടത്തുവാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. ഒത്തിരി യൗവനക്കാർ, മിനിസ്റ്റേഴ്സ്, ഒത്തിരി പേര് എൻകറേജഡ് ആകുന്നു. മിനിസ്ട്രിയിൽ അവർ ശക്തിയോടെ നിൽക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ.